2026 കണക്ക് കൂട്ടലുകളൊക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. 2026 ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയൊരു പോരാട്ടം തന്നെ ആയിരിക്കും. അവിടെ അൻവറിനെ തോൽപ്പിച്ച് കാണിക്കുക എന്നുള്ളതാണ് CPM-ന്റെ മുദ്രാവാക്യം. CPM-നെ ഒതുക്കുക എന്നുള്ളതാണ് PV അൻവർ ലക്ഷ്യമിടുന്നത്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും അത് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് അല്പം വ്യത്യസ്തമായിരിക്കും. പിന്നീട് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പലപ്പോഴും നമ്മൾ പറയും നിയമസഭാ തെരഞ്ഞെടുപ്പ് വേറെ, ലോക്സഭ വേറെ, പഞ്ചായത്ത് വേറെ. ഇപ്പോഴങ്ങനെയൊന്നുമില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് താഴെ തട്ടിലുള്ള ഓരോ പാർട്ടിയുടെയും പ്രവർത്തന രീതികൾ എപ്രകാരമാണ്. അപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഓരോ പാർട്ടിയുടെയും അടിത്തറ എത്രത്തോളം ശക്തമാണ് എന്നുള്ളതാണ് അതിലൂടെ അറിയാൻ പോകുന്നത്. ഇവിടെ 26 തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ കണക്കുകൂട്ടലുകൾ നടത്തുന്നുണ്ട്. ഇനിയും ഒരു വർഷം ബാക്കി നിൽക്കുകയാണ്. രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ സംഭവിക്കാൻ 1 മണിക്കൂർ മതി. അപ്പോൾ ഒരു വർഷം എന്ന് പറയുന്നത് ഒരു വലിയ കാലം തന്നെയാണ്. എന്നാലും നമുക്ക് ചില കാര്യങ്ങൾ പറയാതെ വയ്യ. ഇരു മുന്നണികളും ഭയപ്പെടുന്നുണ്ട് BJP-യെ, LDF-ഉം UDF-ഉം. LDF നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് പിണറായി വിജയനെ കൊണ്ട്. പിണറായി വിജയനും കുടുംബവും പാർട്ടിക്കുണ്ടാക്കുന്ന പലതരത്തിലുള്ള ദോഷങ്ങൾ, പിണറായിയുടെ ആധിപത്യം കഴിഞ്ഞ 25 വർഷമായി പാർട്ടിയെ തൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. പിണറായി ഉണ്ടാക്കുന്ന സകല കാര്യങ്ങൾക്കും പാർട്ടി മറുപടി പറയേണ്ട സ്ഥിതിയിലുമായി. പിന്നെ കോൺഗ്രസിൽ പിന്നെ നമുക്കറിയാം എന്നും അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ദാഹമാണ് അവർക്കുള്ളത്. കുപ്പായം തയ്ച്ചിരിക്കുന്നവർ നിരവധി പേരാണ്. അവർക്കൊക്കെയാണ് ഇപ്പോൾ ഇടിവ് സംഭവിക്കാൻ പോകുന്നത്. കേരളത്തിലെ BJP വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്കുണ്ടായ മുന്നേറ്റം അത് നിസ്സാരമൊന്നുമല്ല. എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. പ്രധാനപ്പെട്ട മുന്നണികൾക്ക് വോട്ട് ചോർച്ച ഉണ്ടായി എന്ന് അവർ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ മാറുമ്പോൾ ഇരു മുന്നണികളും ഭയക്കുന്നുണ്ടെന്നുള്ളതാണ്. കൃത്യമായി ഒരു മാസ്റ്റർ പ്ലാനോടുകൂടിയാണ് BJP ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ആ മാസ്റ്റർ പ്ലാനിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ രാജീവ് ചന്ദ്രശേഖറെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംസ്ഥാന അധ്യക്ഷൻ അതിൻ്റെതായ ചില കരുനീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് 6 പാർലമെന്റ് മണ്ഡലങ്ങളെ A ക്ലാസ് ആയി കണ്ടിരുന്നു. അങ്ങനെ A ക്ലാസ് ആയി കണ്ടിരുന്ന മണ്ഡലങ്ങളില് ഉണ്ടായിട്ടുള്ള ഒരു വോട്ട് വർധനവ്, അതിലൊരു മണ്ഡലമാണ് വിജയിച്ച് സുരേഷ് ഗോപി പാർലമെന്റിലെത്തിയത്, തൃശൂർ മണ്ഡലം. കേരളത്തിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP 1ാം സ്ഥാനത്തെത്തിയത്. 18 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തും നിൽക്കുകയാണ്. അപ്പോൾ ഒരു 10-31 മണ്ഡലങ്ങൾ ആഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ BJP എന്തെങ്കിലുമൊക്കെ ചില വിപ്ലവം നടത്തിയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. CPM തുറന്ന് സമ്മതിക്കുന്നുണ്ട്. MA ബേബി പറയുകയുണ്ടായല്ലോ, അതായത് പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും BJP മുന്നേറ്റം നടത്തുന്നു എന്ന്. സാധാരണ ബേബി എന്തെങ്കിലും പറഞ്ഞാൽ വലിയ സൈദ്ധാന്തിക ആചാര്യനല്ലേ, ഈ ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ അറിയാം അദ്ദേഹത്തിന്. അതാണ് അദ്ദേഹത്തിൻ്റെ
പ്രാവീണ്യം, മുണ്ടുടുത്ത മുണ്ടശ്ശേരി എന്നാണല്ലോ നമ്മൾ അദ്ദേഹത്തെ പറയുന്നത്, രണ്ടാം മുണ്ടൻ. അപ്പൊ അങ്ങനെ ഉള്ള ബേബി വളരെ കൃത്യമായിട്ട് അങ്ങ് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ്. പാർട്ടി കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ ധർമ്മടം പോലുള്ളിടത്ത് പോലും, ധർമ്മടം എന്ന് പറയുന്നത് നമ്മുടെ പിണറായിയുടെ കേന്ദ്രം, അവിടെ പോലും BJP ചുവട് വെച്ച് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഭയക്കണ്ടേ? അതാണിപ്പോൾ CPM അങ്കലാപ്പിൽ നടക്കുന്നത്. അതുകൂടാഞ്ഞിട്ട് ഇപ്പോൾ പാർട്ടി തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് 40 നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതിൽ 20 മണ്ഡലങ്ങൾ വിജയസാധ്യത ഉള്ള മണ്ഡലങ്ങൾ തന്നെ എന്നുറപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം. 40 നിയമസഭാ മണ്ഡലങ്ങളിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരെ സ്ഥാനാർത്ഥികളാക്കും. അത് ക്രൈസ്തവരുടെ വോട്ട് കൂടുതൽ സമാഹരിക്കുന്നതിന് വേണ്ടിയാണ്. അവരുടെ പങ്കാളിത്തം കൂടുതലുള്ള മണ്ഡലങ്ങളിൽ അവരെ സ്ഥാനാർത്ഥിയാക്കുക. ഇനി മറ്റു പല പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് വരാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് നിൽക്കുന്നവരുണ്ട്. അവരെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആ ഒരു വിശ്വാസ്യത കണക്കിലെടുത്ത് അവർക്കും ചില മണ്ഡലങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പോക്ക്. രാജീവ് ചന്ദ്രശേഖർ താഴെ തട്ടിലുള്ള BJP നേതാക്കന്മാരെ എല്ലാം വിളിച്ച് കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തി മുമ്പോട്ട് പോവുകയാണ്. ചില മണ്ഡലങ്ങളിൽ ചിലരെ അങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു നേതാവിനെ കായംകുളം മണ്ഡലത്തിലേക്ക് അങ്ങ് വിട്ടിരിക്കുകയാണ്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലമാണ് കായംകുളം. ശോഭാ സുരേന്ദ്രൻ അവിടെ ഉണ്ടാക്കിയ ഒരു വിപ്ലവം എന്ന് പറയുന്നത് ചില്ലറയൊന്നും അല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 6 A-ക്ലാസ് മണ്ഡലങ്ങൾ BJPക്ക് ഉണ്ടായിരുന്നു പാർലമെന്റ് മണ്ഡലത്തില്. അതിൽ പെട്ടിരുന്നതല്ല ആലപ്പുഴ. ശോഭാ സുരേന്ദ്രനെ അവസാനം കൊണ്ടുവന്ന് കൊടുത്തതാണത്. അത് ഇവിടുത്തെ ഈ BJPയുടെ സംസ്ഥാന ഘടകത്തിലെ ഒടുക്കത്തെ വിഭാഗീയതയുണ്ടല്ലോ, അതുകൊണ്ടാണ് പലപ്പോഴും ഇവർക്ക് ഗുണം പിടിക്കാതെ പോയിട്ടുള്ളത്. ആ വിഭാഗീയതയുടെ ഒരു ഭാഗമായിട്ടാണ് ശോഭയെ അവിടെ കൊണ്ടിറക്കിയത്. പക്ഷേ ശോഭ അവിടെ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ശോഭാ സുരേന്ദ്രനെ അവിടെ ഇറക്കുന്നു. അതുപോലെ ഷോൺ ജോർജിനോട് പറഞ്ഞിട്ടുണ്ട്, പാലയോ ഈരാറ്റുപേട്ടയോ എടുക്കുക. ഷോൺ ജോർജ് ഒക്കെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ച് വരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും മണ്ഡലം തന്നെ വിഭജിച്ച് നൽകിയിരിക്കുകയാണ്. ആ അവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക. BJP ഒരു വലിയ ശക്തിയായിട്ട് മാറുന്നുണ്ട്. ഇത് 2026 ഒരു തൂക്ക് സഭയിലേക്ക് പോലും പോകാനുള്ള സാധ്യതയുണ്ട്. 35 സീറ്റ് BJP പിടിച്ചു കഴിഞ്ഞാൽ പോരെ. അപ്പോൾ 2026 എന്ന് പറയുന്നത് നിർണായകമാണ്. BJPയുടെ പുതിയ കാൽവെപ്പാണ്, വലിയൊരു മാസ്റ്റർ പ്ലാനുമാണിത്.